ശിക്ഷാ നടപടികൾ എന്നത് അതിഭീകരതയാണ്. അറബി ഭാഷയിൽ അതിനെക്കുറിച്ച് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പറയാറുള്ള പദപ്രയോഗം തന്നെ വഹ്ഷിയത്താണ്, ഹമജിയത്താണ്, ഖാസിയത്താണെന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരതയുള്ളതാണ്, ഭീകരന്മാർ ചെയ്യുന്ന പ്രവർത്തനമാണ് എന്നൊക്കെ പണ്ടേ പറഞ്ഞുകൊണ്ടേയിരുന്നു, ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുമുണ്ട്. ഒന്നിരിക്കലോ ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്ന മുസ്ലിം വേഷധാരികൾ അത് ഇസ്ലാമിൻ്റെ അകത്ത് നിന്നുകൊണ്ട്, ഇസ്ലാമിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കളാകുന്ന മറ്റു ഇതര മതസ്ഥരിൽ ഇസ്ലാമിനെ വെറുക്കുന്നവരും ഇസ്ലാമിനെ നശിപ്പിക്കണമെന്ന പൂതി വെച്ച് ജീവിക്കുന്നവരും അത് സാധിക്കുന്നതുമല്ല. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു ഇല്ലാ അയ്യുത്തിമ്മ നൂറ. അവർ അള്ളാഹുവിൻ്റെ പ്രകാശത്തെ കെടുത്താൻ ഉദ്ദേശിക്കുന്നു. അള്ളാഹു തീരുമാനിച്ചത് ഈ പ്രകാശം ഇവിടെ നിലനിൽക്കുക തന്നെ വേണം, വ്യാപകമാവുക തന്നെ വേണം ഖിയാമത്ത് നാൾ വരെ. അതിനെ നശിപ്പിക്കാൻ ലോകത്തിൽ ഏത് ശക്തിക്കോ വ്യക്തിക്കോ സാധിക്കുന്നതേ അല്ല. എന്നാൽ ഇങ്ങനെയുള്ള ചിന്താഗതികൾ വ്യാപകമായി കൊണ്ടേയിരിക്കുന്ന യുഗത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. മുമ്പ് തന്നെ ഉള്ളതാണ് എങ്കിലും യഥാർത്ഥത്തിൽ ഇസ്ലാം ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളും അല്ലെങ്കിൽ തെറ്റിയ വളഞ്ഞു തിരിഞ്ഞ ന്യായങ്ങളും ഈ മതത്തിൻ്റെ വിധി വിലക്കുകളെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിലും അവർക്ക് ചുട്ട മറുപടി പറയാൻ അതാത് കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രബോധകന്മാരെയും ദായികളെയും പണ്ട് കാലഘട്ടങ്ങളിൽ മുർസലുകൾ, അവർക്ക് ശേഷം അവരുടെ പ്രതിനിധികളായ ദായികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം ഇവിടെ എന്തെന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് പാമരന്മാരായ നാടന്മാരായ ജനങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ എന്തൊരു ക്രൂരതയാണത്. അയാളെ വെട്ടിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ, അയാളെ എറിഞ്ഞു കൊല്ലുക എന്ന് പറഞ്ഞാൽ, അയാൾ ജയിൽ പുള്ളിയാക്കുക എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നാടന്മാർ ശരിയാണല്ലോ എന്ന് അവർക്ക് തോന്നിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം അറിവില്ലായ്മ കാരണത്താൽ ആ രൂപത്തിലാണ് അത് ജനങ്ങളുടെ ഇടയിൽ അവരെ കവളിപ്പിക്കലും ജനങ്ങളുടെ ഇടയിൽ തോന്നിപ്പിക്കലും. അത് ഇസ്ലാമിൻ്റെ ശത്രുക്കളാവട്ടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളാണെന്ന പേരിൽ ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്ന വിഭാഗമാവട്ടെ, അവരിൽപ്പെട്ടവരാണ് യുക്തിവാദികളെ പോലോത്തവർ അല്ലെങ്കിൽ നിരീശ്വരവാദികളെ പോലോത്തവർ. എന്നാൽ അതേ സമയത്ത് കൂട്ടക്കൊല നടത്തിയാൽ, കൂട്ടമായിട്ട് നടത്തിയാൽ അതൊന്നും ഭീകരതയല്ല. കവി പറയാറുണ്ട്, ഖത്ലും റിഇൻ ഫീ ഗാബത്തിൻ ജരീമത്തുൻ ലാ തുഗ്തഫർ. ഒരു മനുഷ്യനെ വധിക്കുക എവിടെയെങ്കിലും മുക്കിലോ മൂലയിലോ അല്ലെങ്കിൽ കാട്ടിലോ ഉള്ളതായ ഒരു മൃഗത്തെ വധിക്കുക, അത് വലിയ സന്തോഷമായി കാണും ഇന്നത്തെ യുഗത്തിൽ. എത്രയോ വലിയ വലിയ കേസുകൾ കോർട്ടിലുണ്ട്. പാശ്ചാത്യരുടെ നാടിൽ ഒരു നായയെ ഒരാൾ കൊന്നു എന്നത് കാരണത്താൽ ഒന്നും രണ്ട് കേസുകളല്ല, ധാരാളം കേസുകളുണ്ട്. അപ്പോൾ ഖത്ലും റിഇൻ ഫീ ഗാബത്തിൻ, ഒരു കാടിൽ വെച്ചിട്ട് ഒരു നായയോ അല്ലെങ്കിൽ ഒരു മൃഗത്തെയോ വധിക്കുക എന്നത് പൊറുക്കാൻ പറ്റാത്തതായ സന്തോഷമായിട്ടാണ് ഇന്നത്തെ യുഗത്തിൽ അങ്ങനെയുള്ളവർ കാണുക. അതേസമയത്ത് വഖത്ലു ശഅബിൻ കാമിലിൻ ഖദിയ്യത്തുൻ ഫീഹാ നദർ, ഒരു നാട്ടിലുള്ള മുഴുവൻ സമൂഹത്തെ നശിപ്പിക്കുക എന്നത് അത് നമുക്ക് ചിന്തിക്കണം, അതിനെക്കുറിച്ച് പഠിക്കണം, അതിനെക്കുറിച്ച് നമുക്ക് യോഗം കൂടണം, അതിനെക്കുറിച്ച് നമ്മൾക്ക് ആലോചിക്കണം. അതാ അതിൻ്റെ മറുപടി. കൂട്ടത്തോടു കൂടി മിനിമാറിൽ വെച്ചിട്ട് ആയിരക്കണക്കിന് ആളെ കൊല്ലപ്പെടുന്നത് നാം കേട്ടു. അതിനെ പഠനം നടത്താണ്, ചിന്തിക്കുകയാണ്, അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. നാൽക്കാലി മൃഗത്തിന് കൊല്ലപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ച് പഠനം നടത്തുക എന്ന് മാത്രമല്ല, അത് മഹാവന്തോഷമാണ്, മഹാപാപമാണ്, അതിന് പകരം ചോദിക്കണം എന്നതാണ്. ഈ നിലയിലാണ് ഇന്നത്തെ ചിന്താഗതിയുള്ളത്. അതേ സമയത്ത് മുസ്ലിം രാഷ്ട്രങ്ങളിൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടം മുതൽ ഇന്ന് വരേക്കും ഈ ഇസ്ലാം പറയുന്നതായ ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുക എന്നത് എത്ര പേർക്കാണ് ഈ നടപടികൾ കൈകൊള്ളാറുള്ളത്? 30 മില്യൺ ജനങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ ഒരു വർഷത്തിൽ എത്ര കൊല നടക്കുന്നു? സൗദി അറേബ്യയിൽ 32 മില്യൺ ജനങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ കൊലക്കേസിൽ കൊല എത്ര നടക്കുന്നു? അതേ ജനസംഖ്യ ഉള്ളതായ മറ്റു ഈ സൗദി അറേബ്യ അല്ലാത്ത നാടുകളിൽ കൊലക്കേസ് ഇല്ലാത്ത രൂപത്തിലും കൊലക്കേസ് ഉള്ള രൂപത്തിലും എത്ര പേരെ കൊല്ലപ്പെടുന്നു? ഒന്ന് താരതമ്യേന പഠനം നടത്തി നോക്കിയാൽ അറിയാൻ സാധിക്കുന്നതാണ്. കൊല എന്ന് പറയുന്നത് ആപേക്ഷികമായിട്ട് മുസ്ലിം രാഷ്ട്രത്തിൽ ഇല്ല എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അത്രയും ചുരുക്കമാണ്, അത്രയും കുറവാണ്. എന്തേ? അതാണ് അള്ളാഹുവിന്റെ കൽപ്പന. അങ്ങനെയാണ്. ഒലക്കും നിങ്ങൾക്കുണ്ട് ഫിൽ ഖിസാസി, നിങ്ങൾ കൊന്നവരെ കൊല്ലുക എന്ന നിയമം നടപ്പാക്കുന്നതിലുണ്ട്. ഹയാ, വമ്പിച്ച ജീവിതമുണ്ട്. യാ ഉലിൽ അൽബാബ്, ബുദ്ധിജീവികളെ, നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രത്യേകത കാണാം. ഈ പദം
ഇതിന്റെ സാഹിത്യ ശൈലിയെ കണ്ടിട്ട് അമ്പരന്നു പോയി. ആര്? പണ്ട് മക്കക്കാർ. ഈ ആയത്തിറങ്ങിയ കാലഘട്ടത്തിൽ പണ്ടുള്ള അറബികൾ, എന്താ അറബികൾക്ക് അറബി ഭാഷയുടെ പ്രത്യേകത അറിയാം. ഈ പദം വേറൊരു ശൈലിയിൽ കൂടി പറയാൻ പറ്റുമോ എന്ന് പല പദങ്ങൾ അവരുണ്ടാക്കി നോക്കിയതാണ്. അൽ ഖത്ലു അംഫാലിൽ ഖത്ൽ എന്ന് പറഞ്ഞു നോക്കി. അഥവാ സാഹിത്യ ശൈലിയിൽ ഇതിനോട് കടപിടിക്കുന്ന ഒരു പദം. അഥവാ ഒരു വ്യക്തിയെ കൊന്നു കഴിഞ്ഞാൽ ആ കൊന്നവനെ പിടിച്ച് കൊല്ലുക എന്നതിൽ നിങ്ങൾക്ക് വമ്പിച്ച ജീവിതമുണ്ടെന്ന് ഖുർആൻ പറയുന്നു. ഈ ജീവിതമുണ്ടെന്ന് പറയുന്ന ഈ ഖുർആനിന്റെ ഈ സാഹിത്യ ശൈലിയോട് കടപിടിക്കുന്ന വല്ല പദവും ഉണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചതേ ഇല്ല. അവര് അന്നു മുതൽ ഇന്ന് വരെ പരാജയത്തിലാണ്. അൽ ഖത്ലു അംഫാലിൽ ഖത്ലി എന്ന പദമാണ് ഈ വിഷയത്തിൽ കൊന്നവനെ കൊല്ലുന്നതിൽ കൊലയെ നിർമാർജനം ചെയ്യലുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. കൊന്നവനെ കൊല്ലുന്നതിൽ കൊലയെ നിർമാർജനം ചെയ്യലുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയുള്ള പദം ഉണ്ടാക്കാനല്ലാതെ അള്ളാഹ് പറഞ്ഞ ശൈലി ഉണ്ടാക്കാൻ, ആ ശൈലി പറയാൻ ലോകത്തിന് അന്ന് മുതൽ ഇന്ന് വരെ സാധിച്ചിട്ടില്ല. അതാണ് ഖുർആന്റെ പ്രത്യേകത. ഖുർആന്റെ ഇജാസ് എന്ന് പറയുന്നുണ്ടല്ലോ. ഇജാസ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് എന്നാണ് ഇജാസിന്റെ അർത്ഥം. മനുഷ്യന്മാരുടെ കഴിവെന്നല്ല, മനുഷ്യനും ജിന്നും മലക്കും എല്ലാം ഉൾക്കൊള്ളുന്ന സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളതിന്റെ പേരാണ് എന്ത്? ഇജാസ്. മനസ്സിലായില്ലേ? ഉണ്ടാക്കാൻ പറ്റൂല. അള്ളാഹ് തന്നെ പറഞ്ഞതാണ്, നിങ്ങൾ അക്കാദമി രൂപീകരിച്ച് കോൺഫറൻസ് ഉണ്ടാക്കി ലോകത്തിന്റെ നാനാതുറകളിൽ കൂട്ടമായി ജിന്നുകൾ വേറെ ഇൻസുകൾ വേറെ അങ്ങും ഇങ്ങും സഹായ സഹകരണം ചെയ്തിട്ട് ഒരു സൂക്തമെങ്കിലും ഇതുപോലെയുള്ള ഈ ഗ്രന്ഥം പോലെയുള്ള ഖുർആനിൽ ഒരു സൂക്തമെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ നിങ്ങൾക്ക് സാധിക്കുക തന്നെയില്ല എന്ന് പണ്ട് അള്ളാഹ് തീർത്ത് പറഞ്ഞതായ ഗ്രന്ഥത്തിന്റെ ഉടമകളാണ് നാം. യഥാർത്ഥത്തിൽ ആ ഗ്രന്ഥത്തിലാണ് അള്ളാഹു പറയുന്നത്, വലക്കും ഫിൽ ഖിസാസി ഹയാ, നിങ്ങൾ കൊന്നവരെ കൊല്ലുക എന്ന വിധി നടപ്പാക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് സംഭവിക്കാൻ സാധിക്കും? ഹയാ, നല്ല ജീവിതം ഉണ്ടാക്കാൻ സാധിക്കും. എന്തേ? അബുൽ ആലിയെ പോലത്തവരായ താബിഈങ്ങൾ പറയുന്നുണ്ട് അത് വിശദാംശത്തിൽ. നാം ആസ്വദിക്കുന്ന അനുഭവമാണത്. എന്ത്? ഒരാള് കൊന്നവരെ ഗവൺമെന്റ് കൊല്ലും, രാജാവ് പിടിച്ചു കൊല്ലും, അമീർ പിടിച്ചു കൊല്ലും എന്ന തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൊല്ലാൻ ചിന്തിക്കുന്നതിന് മുമ്പ് 100 പ്രാവശ്യം അവനെ രക്ഷിക്കാൻ അവൻ ചിന്തിക്കും. മനസ്സിലായില്ലേ? അതാണ് ഹയാ. കൊല്ലാൻ തുനിയൂല. എന്നെ കൊന്നു കഴിഞ്ഞാൽ എന്നെ നാളെ കൊല്ലുമെന്ന് ഈ കൊല്ലാതെ കയ്യും കൊള്ളും കാര്യക്കാരൻ. 2000 റിയാൽ പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരിക്കും. ഒരു 20 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം റിയാൽ ഉണ്ടായാൽ ഒരു കൈക്കൂലിക്ക് കൊടുത്താൽ അതൊക്കെ ശരിയാകുമെന്ന നിഗമനമാണല്ലോ ഇപ്പോൾ. എന്നാൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു യഥാർത്ഥത്തിൽ ഈ വിധി ലോകത്തിൽ നടപ്പാക്കിയ സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള വിധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യർക്കുള്ളതായ അനുഗ്രഹീത മതമാണ് എന്നത് അള്ളാഹു അതിലൂടെ സ്ഥാപിക്കുകയാണ്. അനുഗ്രഹീത മതം, എല്ലാവർക്കും സുരക്ഷിതത്വത്തോടു കൂടി ജീവിക്കാം. ഈ ഞാൻ പറഞ്ഞതായ ആക്ഷേപാർഹമായ ശൈലികളൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ എന്തിൻ്റെ പേരിലാണ്? അവർ മനസ്സിലാക്കുന്നത് ഈ മുസ്ലിങ്ങൾ അവരുടെ പോക്കറ്റിൽ നിന്നുണ്ടാക്കിയ നിയമമാണിത്. സൗദി ഗവൺമെന്റ് അവരുടെ പോക്കറ്റിൽ നിന്നുണ്ടാക്കിയ നിയമമാണിത്. അപ്പോൾ കാറൽ മാർക്സും ലെനിനും അതുപോലെയുള്ളതായ അല്പചിന്തകന്മാരും ഉണ്ടാക്കിയ തത്വം പോലത്തതായ ഒരു തത്വമാണ്, ഒരു ശാസ്ത്രമാണ് ഇത് എന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ്. പക്ഷേ നമുക്ക് അവരോട് പറയാനുള്ളതും ലോകത്തോട് പറയാനുള്ളതും ഇതിൽ കൈകടത്താനോ ഇതിൽ കുറക്കാനോ ഇതിൽ കൂട്ടാനോ ഇതിൽ ചുരുക്കാനോ ലോകത്തിലുള്ള മുസ്ലിങ്ങൾ എന്നിട്ട് ഒരു വ്യക്തിക്കോ ശക്തിക്കോ ഒരു രാഷ്ട്രത്തിനോ നേതാവിനോ ആർക്കും തന്നെ നബിമാർക്ക് വരെ അധികാരമോ അവകാശമോ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? ഇത് അള്ളാന്റെ മതമാണ്, അള്ളാന്റെ നിയമമാണ്, അള്ളാന്റെ വിധി വിലക്കുകളാണ്. അത് മനുഷ്യരാശിയുടെ നന്മക്ക് വേണ്ടിയും അവർക്ക് അനുഗ്രഹമായും കൊണ്ട് ഇറങ്ങിയതായ മതമാണ്. എന്നതുകൊണ്ട് തന്നെ ആ മതം അതിവിടെ വെറും നമസ്കരിക്കണം, നോമ്പ് പിടിക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം എന്നതുപോലത്തെ വിധികൾ മാത്രം നൽകിയതല്ല, ഇബാദത്തുകൾ മാത്രം ഇവിടെ ഇറങ്ങിയതല്ല. മറിച്ച് ഇവിടെ മനുഷ്യരാശി സുരക്ഷിതത്വത്തോടു കൂടി അപകടമില്ലാതെ ജീവിക്കാനുള്ള ചുറ്റുപാട് അന്തരീക്ഷം ഉണ്ടാക്കുന്ന ഒരു നിയമവ്യവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വിശദാംശമാകുന്ന സ്ഥിരീകരിക്കപ്പെട്ട സുന്നത്തിലൂടെ ഇവിടെ നമ്മുടെ മുമ്പിൽ അർപ്പിച്ചു പോയതായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് മറുപടി പറയാനില്ല. അള്ളാഹ് പറഞ്ഞതേ പറയാനുള്ളൂ. നിങ്ങൾ എപ്പോൾ എവിടെ പറഞ്ഞാലും മറുപടി എന്താണ്? അങ്ങനെയാണ് ഖുർആനിലുള്ളത്. അത് മീതെന്നിറങ്ങിയതാണ്. അത് ഇവിടുന്ന് ഭൂമിയിൽ നിന്നിട്ടുണ്ടായതല്ല. മീതെന്നിറങ്ങിയതിൽ മീതെയുള്ള ആൾ തന്നെ തീരുമാനിക്കണം. താഴെയുള്ള ആൾക്ക് തീരുമാനിക്കാൻ അധികാരമോ അവകാശമോ ഇല്ല. അതേ അതിന് മറുപടിയുള്ളൂ.
അപ്പോൾ അങ്ങനെയുള്ള സുരക്ഷിതത്വമുള്ള ചുറ്റുപാട് അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കലാണ് ഈ ഇസ്ലാമിലൂടെ, ഈ തത്വത്തിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അത് കണ്ട് ആസ്വദിച്ചവരാണ് മുസ്ലിങ്ങൾ. അതുകൊണ്ട് കുറ്റം പറയുന്നവരെ, തള്ളിപ്പറയുന്നവരെ, അവഗണിക്കുന്നവരെ, ആക്ഷേപിക്കുന്നവരെ, ശുബ്ഹാത്തുകൾ വെച്ച് പുലർത്തുന്നവരെ ഞങ്ങൾ അത് കേൾക്കാൻ തയ്യാറില്ലേ? ഇല്ല. കാരണം ഞങ്ങൾ ഇത് കേട്ട് പ്രവർത്തിച്ച് പ്രാവർത്തികമായി ആസ്വദിച്ചവരാണ്. നിങ്ങൾക്കുള്ള ശുബ്ഹാത്തുകൾക്ക് മറുപടിയും ഞങ്ങളുടെ കൂടെയുള്ള ഖുർആനിലുണ്ട്, മറുപടിയും ഞങ്ങളുടെ കൂടെയുള്ള സുന്നത്തിലുണ്ട്, മറുപടിയും ഞങ്ങളുടെ നേതാവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പാക്കിയതായ ആ ജീവിത രീതിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ശുബ്ഹാത്തുകൾക്ക് ഒരു വിലയും നിലയും നാം കൊടുക്കാറില്ല. അതങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. യുക്തിവാദികൾ ഒന്ന് പറയും, നിരീശ്വരവാദികൾ മറ്റൊന്ന് പറയും, നിർമ്മാതവാദികൾ പിന്നൊന്ന് പറയും. അതൊന്നും നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വിശാലമായ തത്വങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മതമാണ് ഈ മതം. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നതായ അല്പചിന്തകന്മാരുടെ ബുദ്ധിയിൽ നിന്നിട്ട് ഉത്ഭവിച്ച ചോദ്യങ്ങൾക്ക് പെട്ടെന്നും ഞങ്ങൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾ വിജയിച്ചു, അവർ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു പോകരുത്. ഞങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുന്നതല്ല. അള്ളയാണ് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുക, റസൂലാണ് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുക. കാരണം ഇത് ഞങ്ങളുടേതല്ല, ഇത് അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹു ഇറക്കിയ മതമാണ് എന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനൊക്കെ മറുപടി ആകാശത്തിൽ നിന്നിട്ട് വന്നതുണ്ട്, അത് നിങ്ങൾ കേട്ടോളി എന്ന് പറഞ്ഞുകൊണ്ട് പറയാനുള്ള കഴിവ്, കെൽപ്പ്, തൻ്റെ ഇടമൊരുക്കം നമ്മുടെ പ്രബോധകന്മാർക്കും പ്രവർത്തകന്മാർക്കും നമ്മുടെ പണ്ഡിതന്മാർക്കും നമ്മുടെ ദായികൾക്കും ഉണ്ടായിരിക്കണം എന്നതാണ് ഇങ്ങനെയുള്ള ചുട്ട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചുട്ടു മറുപടികൾ പറയുന്നതായ നിരീശ്വരവാദികളോടും നിർമ്മതവാദികളോടും യുക്തിവാദികളോടും ബുദ്ധിപൂജകന്മാരോടൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അത് നമ്മുടെ ബാധ്യതയാണ്. നാം പലപ്പോഴും ലോകത്തിൽ പലയിടങ്ങളിൽ കേൾക്കുകയാണ്, എന്തെങ്കിലും കുറ്റം ചെയ്താൽ പെട്ടെന്ന് പിടിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകാം. ജയിലിൽ കൊണ്ടുപോകാം. ഏതുവരെ? ഹുദൂദ് വരേക്കും. സൗദി അറേബ്യയിൽ കാണുന്നത് പോലെ നിയമം നടപ്പാക്കപ്പെടുന്നവരേക്കും. നിയമം നടപ്പാക്കലില്ല. കൈക്കൂലിയിലൂടെയോ അല്ലാതെയോ കുറച്ചു കാലം കഴിഞ്ഞാൽ മൂപ്പര് പുറത്തു വരും. എന്ത് തെറ്റ് ചെയ്താൽ, ഒരാളെയല്ല കൂട്ടക്കൊല നടത്തിയാലും കുറച്ചു കാലം കഴിഞ്ഞാൽ പുറത്തു വരും. അങ്ങനെയല്ലേ കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ എന്തില്ല, കൈക്കുളം കാര്യക്കാരനുള്ള തീരുമാനമാണ് നമ്മുടെ കോമിനുള്ളത്. പലർക്കും, എല്ലാവരും കുറിച്ചല്ല. ആരെയും കൊല്ലാം, എന്തും ചെയ്യാം, എന്തും പറയാം, എന്ത് തോന്നിവാസവും ചെയ്യാം. എന്തേ? കുറച്ച് കാശുണ്ടായാൽ മതി. ആ കാശിലൂടെ അയാൾക്ക് കൈക്കൂലി കൊടുക്കുക, അയാൾക്ക് കൈക്കൂലി കൊടുക്കുക, രക്ഷപ്പെടാന്നുള്ള നിഗമനമാണ്. അതില്ല, അത് ഇസ്ലാമിലില്ല. എന്തേ? അങ്ങനെയുള്ള നിയമം വന്നതുകൊണ്ട് തന്നെ കളവ് നിന്നിട്ടില്ല, കള്ളുകുടി നിന്നിട്ടില്ല, വ്യഭിചാരം നിന്നിട്ടില്ല, പരാക്രമം നിന്നിട്ടില്ല, ബലാത്സംഗം നിന്നിട്ടില്ല. അത് നിർത്താൻ സാധിക്കുന്നതുമല്ല, ഇതുവരെ സാധിച്ചിട്ടുമില്ല. ലോകത്തിൽ എവിടെയും സാധിച്ചതായിട്ട് വിവരം ഇല്ല. ഇത് കണ്ടു സഹിക്കാൻ പറ്റുന്നില്ല ഇസ്ലാമിനെ മനസ്സിലാക്കാത്തവർക്ക്. സൗദി അറേബ്യയിൽ അവസാനത്തെ ഖൽഅ എന്ന് നാം വിശേഷിപ്പിക്കാറുള്ള നാട് ഇത് മാത്രമേ ഉള്ളൂ. ഇസ്ലാമിക നിയമം നടപ്പാക്കുന്ന നാടായിട്ട് ശേഷിക്കുന്നത് സൗദി അറേബ്യ മാത്രമേ ഉള്ളൂ. നിയമം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരേക്കും നാം വായിച്ചു, എന്ത് ബലാത്സംഗം ചെയ്തവരെ 3 യുവാക്കളെ പിടിച്ച് കൊന്ന വാർത്ത നിങ്ങൾ വായിച്ചു കാണും. അങ്ങനെയുള്ള നിയമങ്ങൾ വരുമ്പോൾ സുരക്ഷിതത്വത്തോടു കൂടി നല്ലൊരു ശതമാനം കുട്ടികൾക്ക് മദ്രസയിലേക്ക് പോകാൻ പറ്റും, സ്കൂളിലേക്ക് പോകാൻ പറ്റുന്നു, പട്ടണത്തിലേക്ക് പോകാൻ പറ്റുന്നു, എവിടെയും പോകാൻ പറ്റുന്നു. നിയമം നടപ്പാക്കിയില്ലെങ്കിലോ മറ്റു നാടുകളിൽ സംഭവിക്കുന്നത് പോലെ ശതമാനം വർദ്ധിക്കുന്നു. എന്തിൻ്റെ ശതമാനം? ബലാത്സംഗത്തിൻ്റെ ശതമാനം. എന്തിൻ്റെ ശതമാനം? തെറ്റുകളുടെയും അക്രമങ്ങളുടെയും അനീതികളുടെയും ശതമാനം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്, നിങ്ങൾക്ക് സുരക്ഷിതത്വമുള്ളതായ നല്ല വിജയകരമായ ജീവിതം കൈവരുത്താൻ സാധിക്കുന്നു. ബുദ്ധിജീവികളെ, ഖിസാസ് എന്ന ഈ നിയമം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടപ്പാക്കുമ്പോൾ എന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു വിശുദ്ധ ഫുർഖാനിൽ അദീമിൽ പറയുന്ന ശൈലി ഇവിടെ സ്മരണീയമാണ്. സഹോദരന്മാരെ, സഹോദരികളെ, ഇവിടെ ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിയമങ്ങൾ ഇവിടെയുള്ള സൗദി അറേബ്യയിലുള്ള ലോകത്തിലെല്ലായിടങ്ങളിലും ഉണ്ടാവണമെന്ന് നമുക്ക് പൂതിയുള്ള കട്ടവരുടെ കൈ വെട്ടലാവട്ടെ, അല്ലെങ്കിൽ കൊന്നവരെ കൊല്ലലാവട്ടെ, അല്ലെങ്കിൽ വ്യഭിചരിച്ചവരെ അവർക്ക് ശിക്ഷാ നടപടിയിൽ കൈകൊള്ളുകലാവട്ടെ, ഇതൊക്കെ ഇവിടെ ഖുർആൻ ഇറക്കിയതിലൂടെയോ സുന്നത്ത് വിവരിച്ചതിലൂടെയോ ഉദ്ദേശിക്കപ്പെടുന്നത് തമഅൻ ലിഹാദിഹിൽ അഷ്യ എന്ന് മനസ്സിലാക്കരുത്. ഞങ്ങൾക്ക് എന്തോ ഇഷ്ടം എന്ത് ഇവിടെ ഹുദൂദ് നടപ്പാക്കിക്കൊണ്ടേയിരിക്കണം എന്ന് ഞങ്ങൾക്ക് പൂതിയല്ല. ആളെ കൊല്ലണമെന്ന് പൂതിയല്ല, കൊന്നാളെ പിടിച്ച് കൊല്ലണമെന്ന് പൂതിയല്ല. മറിച്ച് ഞങ്ങളുടെ ലക്ഷ്യം അഥവാ മുസ്ലിങ്ങളുടെ ലക്ഷ്യം ഇത് നിർമ്മാർജ്ജനം ചെയ്യണം. ഏത് കൊല സംഭവിക്കുക, ഏത് വ്യഭിചാരം സംഭവിക്കുക, ഏത് കളവ് സംഭവിക്കുക, ഏത് കള്ളുകുടി സംഭവിക്കുക, ഇതൊക്കെ ഇവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്യണം എന്നതാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്.